കേരളത്തിലെ നാടോടി കഥകളിൽ എവിടെയോ മറഞ്ഞുകിടക്കുന്ന ഒരു ഭയാനകമായ കെട്ടുകഥയുണ്ട്. ചില കിനാവുകൾക്ക് ജീവനുണ്ട്. അത് മറ്റൊരാളോട് പറയുന്ന നിമിഷം ആ സ്വപ്നം നിങ്ങളിൽ നിന്ന് ഊർന്നിറങ്ങി കേൾക്കുന്നവനിലേക്ക് ചേക്കേറും. ഈ കഥ പറയുന്നത് അങ്ങനെയൊരു ദുസ്വപ്നം കണ്ട ഒരാളെക്കുറിച്ചാണ്. താൻ കണ്ട ആ ഭയാനകമായ കിനാവ് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ അയാൾ സ്വയം തൻ്റെ നാവരിഞ്ഞു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ പൂർണ്ണമായും ഒരു ഊമയായി മാറി. വർഷങ്ങളോളം അയാൾ ആ പഴയ തറവാട്ടിലെ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചുപൂട്ടി ജീവിച്ചു. എന്നാൽ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ആ ഭയം എങ്ങനെയെങ്കിലും പുറത്തു കളയണമായിരുന്നു. അയാൾ ആ കിനാവിലെ ചിതറിയ രൂപങ്ങൾ അടുപ്പിലെ കരിയെടുത്ത് ആ മുറിയുടെ ചെങ്കൽ ചുമരുകളിൽ വരച്ചിടാൻ തുടങ്ങി. ഭയം ഉറഞ്ഞുകൂടിയ കുറേ ചിത്രങ്ങൾ. ഇരുട്ട് നിറഞ്ഞ ആ 4 ചുമരുകൾ അയാളുടെ കിനാവുകളുടെ ക്യാൻവാസായി മാറി. അയാൾ കരുതിയത് മൗനം അയാളെ രക്ഷിക്കുമെന്നാണ്. എന്നാൽ അയാൾക്ക് തെറ്റി. ആ നിശബ്ദത വെറുമൊരു ഇടവേള മാത്രമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കത്താൽ തകർന്നു വീണ ആ തറവാട്ടിലെ ചുമരുകളുടെ ഫോട്ടോകൾ ആരോ ഇന്റർനെറ്റിലിട്ടു. ആ ഡിജിറ്റൽ ചിത്രങ്ങളിലൂടെ വെറുതെ കണ്ണോടിച്ചവർ ആ രാത്രി മുതൽ അതേ കിനാവ് കാണാൻ തുടങ്ങി. ഇതൊരു പഴയ നാടോടി കഥയാണെന്ന് കരുതുന്നുണ്ടോ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്തേക്കൊന്ന് നോക്കൂ. മറ്റുള്ളവരുടെ ഉത്കണ്ഠകളും വ്യാജമായ ജീവിതങ്ങളും ഭയങ്ങളും സ്ക്രോൾ ചെയ്ത് അവസാനം അത് നമ്മുടെ തന്നെ ചിന്തകളായി മാറുന്നു. ഇന്നത്തെ കാലത്ത് ഭയം പടരുന്നത് വായുവിലൂടെയല്ല, സ്ക്രീനുകളിലൂടെയാണ്. മറ്റൊരാളുടെ ദുസ്വപ്നം കാണാതിരിക്കുക എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അതിജീവനം. എല്ലാവരും എല്ലാം തുറന്നു പറയുന്ന ഈ ഓവർ ഷെയറിംഗ് കാലഘട്ടത്തിൽ കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കുക. കാരണം ചില കിനാവുകൾ നിങ്ങളുടേതല്ല. അവ കേവലം നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ട വൈറസുകൾ മാത്രമാണ്.